ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ കാലിക്കറ്റിലാണ് ആൻഡ് നമുക്ക് കാലിക്കറ്റിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ തുടങ്ങിയിട്ട് പിന്നെ ആൾക്കാർ രണ്ട് കൈയും നീട്ടി, കാലിക്കറ്റ് അല്ലാതെ ഫുൾ ആക്ച്വലി നോർത്ത് കേരള ആൾക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആസ്പെൻ കോർട്ട്യാർഡിലെ OHF ഫ്ലീ മാർക്കറ്റ് കാലിക്കറ്റിലെ സീസൺ 3 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അത് ഇപ്പോൾ പ്രിയയും പ്രിൻസൊക്കെ അകത്തുണ്ട്, അവർ പറയും. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഈ ഒരു ഏരിയയുടെ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കാണിക്കാനുണ്ട്. ഭയങ്കര സപ്പോർട്ടായി പോയി. മാതൃക കസ്റ്റമേഴ്സ് പറഞ്ഞു ഇവരുടെ ഫോട്ടോ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. കൊള്ളാം അല്ലേ പറയാ? നമ്മളെ ഫസ്റ്റ് കണ്ടപ്പോഴാ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം അന്ന് പറയാ നമ്മളോട് എന്താ വന്ന് സംസാരിക്കാത്തത്. ഭയങ്കര ഒത്തൊരുമ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് പ്രിയയുടെ ഫോൺ, ഇത് കുട്ടിയുടെ ഫോൺ, പിന്നെ അമ്മ നിങ്ങളുടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര സെയില്. സത്യം അത് അതെ. പ്രിയ നൈസ്. മാരേജ് 1 year ബാക്ക് നമ്മുടെ അറേഞ്ച് മാരേജ്. ഒരു സിമിലാരിറ്റി ഇല്ല ഫോണിൽ സംസാരിച്ചപ്പോ, പക്ഷെ ഏതൊരു സിമിലാരിറ്റി നമ്മൾ രണ്ടാളും OHF അവിടെ കസ്റ്റമേഴ്സ് കുപ്പി എറിഞ്ഞോണ്ടിരിക്കുന്നു. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ടൈം ഇവിടെ എക്സിബിഷൻ നടത്തിയപ്പോൾ അന്ന് ഇവിടെ റോഡ് പണിയായിരുന്നു. പിന്നെ ആൾക്കാർ പറഞ്ഞു ഇവിടെ അങ്ങനെ കാര്യമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ ഹിറ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പീപ്പിൾ കെയിം ഹിയർ, പീപ്പിൾ ലവ്ഡ് ഇറ്റ്. പക്ഷെ അന്ന് ഫസ്റ്റ് ടൈം നമുക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടായത് AC ഇല്ലായിരുന്നു. അന്ന് AC ഇല്ലാത്തതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം നമ്മൾ AC വെച്ചു സെക്കൻഡ് എക്സിബിഷനിൽ. സോ പീപ്പിൾ ലവ്ഡ് ഇറ്റ്. പക്ഷേ അന്ന് ഇത്രയും ഇതിൻ്റെ എൻട്രൻസ് ഒന്നും ഭയങ്കര ഗ്രാൻഡോ ഭംഗിയുള്ളായിരുന്നു. എവറി ടൈം ഇറ്റ്സ് എന്താ പറയുന്ന ഒരു എവല്യൂഷനാണ്. ഇപ്പോൾ തേർഡ് ടൈം നമ്മൾ നടത്തുമ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ എന്താ ഉള്ളതെന്ന് അറിയോ? സ്ഥലം കംപ്ലീറ്റ് മാറിപ്പോയി. ഇത് നോക്ക്, ഷെഫ് പിള്ളേഴ്സ് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുവാണ്. അതുകൊണ്ട് ഫുൾ ഫ്രണ്ടേജ് അവർ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ടൈൽസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇഷ്ടംമാതിരി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് ടൈൽസ് ഇട്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സീറ്റിംഗ് ഏരിയ ഒക്കെ നോക്ക്, വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. ഫുഡ് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നും അറിയില്ല, പക്ഷേ വെരി 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 ബ്യൂട്ടിഫുള്ളി ഡൺ. ആസ്പെൻ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞ ഒരു പഴയ ബിൽഡിംഗ് ആണ്. സോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൾച്ചറും ഹെറിറ്റേജും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അവർ ബ്യൂട്ടിഫുള്ളായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സ് ഇൻ കാലിക്കറ്റ് ആയിരിക്കും വെളിയിൽ നിന്ന് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്ക് നമ്മുടെ ഹാളിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കണം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കണം, AC എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം, എല്ലാം ഒന്ന് സംസാരിക്കണം. പിന്നെ ഇവരുടെ എനിക്കൊന്ന് റെൻറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി എല്ലാവരും വരണം. ജൂലൈ 12th and 13th ആ എന്തൊക്കെ കാണും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം. സോ എവ്രി വൺ ഷുഡ് കം ആൻഡ് സപ്പോർട്ട് അസ്. നമ്മൾ ഈ ജൂലൈയിൽ വെച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വെച്ചപ്പോൾ എക്സാം ആണെന്ന് പറഞ്ഞ് വരാൻ പറ്റിയില്ല, കുറച്ച് NRIs വരാൻ പറ്റിയില്ല. സോ ഇത്തവണ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ടൈമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മെയിനായിട്ട് വെൻഡേഴ്സിനെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനാണ്, വുമൺ ഓൺടർപ്രണേഴ്സിന്. ആരൊക്കെയാണ് എങ്ങനത്തെ ഒക്കെ വർക്കാണ് വരാൻ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ പ്രിയ പറയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആരും ചൂടെടുക്കുന്നു എന്ന് പറയില്ല. അത്രയും കിടിലനായിട്ടാണ് അവർ AC ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ AC ഓഫേ ചെയ്യേണ്ട, ഫുൾ ടൈം ഓൺ ചെയ്ത് വെക്കണം എന്നാണ് ഉള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം. ഇത് ഓരോ തവണ വരുംതോറും ഈ സ്ഥലം ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എൻട്രൻസിലെ ഷെഫ് പിള്ളയുടെ വന്നവിടെ വേറെ ഭംഗിയായി, ഭയങ്കര രസമായി. ഞാൻ പറഞ്ഞത് മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും ഡെക്കറേഷൻ വെച്ച്. ഹെറിറ്റേജ് ബിൽഡിംഗ്. പിന്നെ AC കാര്യം സെറ്റായി. ഞാൻ പറഞ്ഞു ഇത്തവണ നമുക്ക് എങ്ങനത്തെ സ്റ്റോൾസ് ആണ് വേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനും മെഷർമെന്റ് ഒക്കെ എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ പണി അത്. പക്ഷെ എനിക്കത് പെർമനന്റ് ആണോ? പെർമനന്റ് ആയത്. അമ്പോ ഭയങ്കര പ്രീമിയം. ഇത്തവണ നമ്മൾ പൊളിക്കണം കേട്ടാ. ഇത് ഇന്നെങ്കാട്ടി എന്ത് വേണം? പെർഫെക്റ്റ് വെന്യൂ ആണ്, പെർഫെക്റ്റ് വെന്യൂ. വേറൊരു കാര്യം അറിയോ, നമ്മൾ ഇതുവരെ ഒരു എക്സിബിഷനും നടത്തിയത് ഒരു ഇവന്റ് മാനേജ്മെന്റിന് കൊടുത്തിട്ടല്ല. സ്റ്റോൾ പ്ലാനിങ് തൊട്ട് എവ്രിതിങ് നമ്മളല്ലേ ചെയ്യുന്നത്. ഉള്ളിത്തിങ് മറ്റേ റെസ്പോൺസ് ചെയ്യുന്നതിന് മാത്രം ഒരു സ്റ്റാഫിന് വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ ഫുൾ കണ്ടക്ടിങ് ആദ്യമേ പ്രിയ ഒറ്റയ്ക്കും എൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇത്തവണ അത് കഴിഞ്ഞിട്ട് പ്രിൻസ് വന്നേ, പിന്നെ പ്രിൻസും പ്രിയ ആയിട്ടാണ്. അപ്പോൾ മെഷർമെന്റ് അതെ. ഒറ്റയ്ക്ക് നടത്തി എനിക്ക് പ്രാന്തായി, എനിക്ക് അസുഖം വരെ വന്നു ഒറ്റയ്ക്ക് നടന്ന്.
സ്ട്രെസ്. അതെ, മൈക്ക് എടുക്കട്ടെ. ആക്ച്വലി നമ്മൾ ഇത്തവണ പല മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം സ്റ്റോൾസിന് അത്യാവശ്യം സ്പേസ് വേണം, ആൾക്കാർക്ക് നടക്കാനുള്ള അത്യാവശ്യം സ്പേസ് വേണം. അതുപോലെ തന്നെ ഫുഡ്, കഴിഞ്ഞ തവണ നമുക്ക് ഫുഡിന് ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഫുഡിന് ഭയങ്കര ക്രൗഡായി പോയി. അത് ഫ്രണ്ടിൽ വന്നപ്പോഴേക്കും ഭയങ്കര ആൾക്കാർക്ക് ബാക്കിലേക്ക് പോകാനും ബാക്കിയുള്ള സ്റ്റോളുകാർ ഇവര് ക്രൗഡ് കാരണം കവേർഡ് ആവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി. അപ്പൊ ഇത്തവണ നമ്മള് കഴിഞ്ഞ തവണ ആൾക്കാരുടെ സജഷൻ പ്രകാരം നേരെ ഫുഡ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ആദ്യം എങ്ങനത്തെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് പറയണ്ടേ? അത് ഇനി നിങ്ങൾ അയക്കേണ്ടവര് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത്സ്, ആക്സസറീസ്, ഫുഡ്, മെയിൻ ഫുഡ് വേണം കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ഓൾറെഡി വന്നു 2-3 പേര്. പക്ഷെ നമുക്ക് മാക്സിമം വെറൈറ്റി ഫുഡ് കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാലിക്കറ്റ് അല്ലേ ഫുഡ് എന്ന് പറയുന്നത് പലതരം കാലിക്കറ്റിലെ സ്പെഷ്യൽ സ്നാക്സും കാര്യങ്ങളും, നോർത്ത് ബനവാറ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ആയിരിക്കണം. കണ്ണടച്ച് വിശ്വസിച്ച് കൊടുക്കാം. ടേസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിംഗ് ഇല്ലാതെ ഫുഡ് ഇവിടെ വെക്കില്ല. പിന്നെ ദില്ലുവും ജഫറിനും അവരൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫുഡ് സാരി, സൽവാർ, ഷർട്ട്, കിഡ്സ് ടോയ്സ്, ആക്സസറീസ്, ഹോം ഡിക്കോർ, ബെഡ്ഷീറ്റ്, പിന്നെ എന്തൊക്കെയാണോ നമ്മുടെ വീടിന് ആവശ്യമുള്ളത് വേണ്ടത് അതെല്ലാം പോരട്ടെ. കാലിക്കറ്റില് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് ഈ ഹോൾസെയിൽ ഡീലേഴ്സ് അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഹോൾസെയിൽസ് പിന്നെ ഇതുപോലെ ഇപ്പൊ എപ്പോഴും എല്ലായിടത്തും പോയി എന്താ പറയാ മടായി രാജസ്ഥാനി അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇല്ലേ, എന്ന് പറഞ്ഞാൽ പ്രോപ്പർ രാജസ്ഥാനി അല്ല, ഈ ഹിന്ദിക്കാരുടെ പോലത്തെ വന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വേണ്ട. അതുപോലെ തന്നെ കുറെ സാധനങ്ങളുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവര് വേണ്ട. നമ്മള് ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് ഉദ്ദേശിക്കുന്ന വീട്ടിലുള്ള അമ്മമാര് അവര് ഹോം കുക്ക് ചെയ്ത സാധനങ്ങളും അവര് ഹാൻഡ് മെയ്ഡ് ചെയ്ത സാധനങ്ങളും പിന്നെ ബുട്ടീക്സ്, കുറെ ബുട്ടീക്സ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട് കാലിക്കറ്റില്. സ്റ്റിച്ച് ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ലേഡീസിനെയാണ് നമ്മൾ എൻകറേജ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് എന്താ പറയാ പ്ലാറ്റ്ഫോം തരാൻ നോക്കുന്നത്, കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സൈഡിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ചിലവര് പെയിന്റിങ്, ചിലവര് കാൻഡിൽ മേക്കിംഗ്, അങ്ങനത്തെ ഉള്ളവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടോ എല്ലാം പുറത്തോട്ട് വരട്ടെ, ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഒരു തുടക്കം പ്ലാറ്റ്ഫോം വരുന്നത്. പിന്നെ അതല്ലാതെ എനിക്ക് മെയിൻ ആയിട്ട് വേറെ കാര്യം പറയാനുള്ളത്, പിന്നെ നമുക്ക് വേണ്ടാത്ത മെയിൻ ആയിട്ട് ഒരു കാര്യം ഉണ്ടല്ലോ, ഈ സർപ്ലസ് സാധനങ്ങൾ വിൽക്കുന്നത് അങ്ങനത്തെ ഒക്കെ ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡോണ്ട് അപ്രോച്ച്. കാരണം നമ്മൾ അങ്ങനത്തെ സർപ്ലസ്, ഹോൾസെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. വളരെ യുണീക്കും ഇൻഡിവിജ്വാലിറ്റി ഉള്ള ബ്രാൻഡ്സിനെയാണ് നമ്മൾ മാക്സിമം വെക്കാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെ എന്തോ കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. സോ അതിന്റെ ഡെക്കറേഷനും കൂടെ നടക്കുന്നുണ്ട്. ഈ ലൈറ്റ്സും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഫോള് ഞാൻ പറഞ്ഞില്ല, ഓരോ തവണ നമ്മൾ വരുന്തോറും ബെറ്റർ ആൻഡ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നമ്മുടെ ഒരു വെൻഡേഴ്സിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമേ. സ്റ്റോൾസ് ഒക്കെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പുറത്തെല്ലാം ഫുൾ സ്റ്റോൾസ് വെച്ചിട്ട് ഏകദേശം നമ്മൾ ഈ മതിലോട് ചേർന്നുള്ള ഈ സൈഡും അതുപോലെ തന്നെ ആ സൈഡിലും ഫുൾ സ്റ്റോൾസ് ആയിരിക്കും വെക്കുന്നത്. ആദ്യം ഇവിടെ വരുമ്പോൾ ഫോട്ടോ ബൂത്താണ്. ഓക്കെ, ബാക്കി എല്ലാം വാളിനോട് ചേർന്ന് ഫുൾ സ്റ്റോൾസും നടുക്കോട്ട് ഹാഫ് സ്റ്റോൾസും. നടുക്ക് ഹാഫ് സ്റ്റോൾസ്. ഓക്കെ, അങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫുഡ് അതാണ് എനിക്ക് അറിയണ്ടേ. ഫുഡ് നമ്മള് ഡിപെൻഡ്സ് അല്ലേ, എത്ര സ്റ്റോൾസ് ഉണ്ടായിരിക്കും അതനുസരിച്ചായിരിക്കും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുഡുകാര് കൂടുതൽ പേര് വരികയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അത്രയും സ്പേസ് കൊടുത്തിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതലും ഡ്രസ്സും ഡീകോറും ജ്വല്ലറിയും ഒക്കെയാണ്. ഫുഡും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്, അതിൻ്റെ ഫോട്ടോസും ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. എന്തൊക്കെയാണ് വെക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഫോട്ടോസ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല എങ്കിൽ ഫോട്ടോസ് അയച്ചാലും മതി. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് അയയ്ക്കുക. നമ്മുടെ സ്റ്റാഫായിരിക്കും റിവേർട്ട് ചെയ്യുക. പെട്ടെന്ന് ഇപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട. വെച്ച് കുറേ മെസ്സേജസ് വരും. അതുകൊണ്ടിട്ട് പയ്യെ ഓരോന്ന് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നോക്കണമല്ലോ, അതെ, റിവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ലാസ്റ്റ് ആപ്ലിക്കേഷൻ ജൂൺ 5 ആണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്നവർക്കാണ് കൂടുതലും നമ്മൾ സ്റ്റോൾസ് കൊടുത്തു പോകുന്നത്. ആർക്കും വേണ്ടി റിസർവ് ചെയ്തൊന്നും വെക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ സൈഡിലായിരിക്കും
ആൻഡ് ആ കോർണേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മതിലോട് ചേർന്നിട്ടായിരിക്കും ഫുൾ സ്റ്റോൾസ് വരുന്നത്. അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ ഒരു സ്പേസ് കിട്ടും. ഹാഫ് സ്റ്റോൾസ് എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ബേസിസിലായിരിക്കും അല്ലേ? പിന്നെ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഇട്ട് തരാം. പിന്നെ 2 ദിവസം കംപ്ലീറ്റ്ലി പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നു. അത് കമ്പൽസറി. ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കായിട്ടൊന്നും നമ്മൾ കൊടുക്കുന്ന പരിപാടിയില്ല. പിന്നെ മെഹന്തി അങ്ങനെയൊക്കെ ഫേസ് കുട്ടികൾക്ക് ഉള്ള എന്റർടൈൻമെന്റും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കോൺടാക്ട് മാജിക് ഉണ്ടെങ്കിലും വെക്കാം. മാജിക് ഒരു മജീഷ്യൻ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതെ, കോൺടാക്ട് ചെയ്തോ. അതെ. എന്തായാലും ഹാള് സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് മീറ്റ് ആൻഡ് ഗ്രീറ്റ് അതാണ് മെയിൻ. അതെ അല്ലേ? നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വന്ന് ദൂരേന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. വന്ദേ ഭാരത് റിസർവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ എല്ലാവരും വരിക. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഡാഡിയും മമ്മിയും എല്ലാവരും ഇവിടെ ഉണ്ടാവും. എല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെയും ഇനിയുള്ള എല്ലാ വെൻഡേഴ്സിനെയും കാലിക്കറ്റിലെ ഫുഡും കഴിച്ച് വിജയിപ്പിക്കുക അല്ലേ? ഭയങ്കര സന്തോഷം കേട്ടോ. ഹാൾ പൊളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ എൻട്രൻസ് ബെറ്ററായി, അതുപോലെ തന്നെ ഹാളിന്റെ അകം കാർപ്പറ്റ് ചെയ്തത് ബെറ്ററായി. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കുക കേട്ടോ. എല്ലാവരും വരണം. കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും ഒന്ന് വരണം പ്ലീസ്. ജൂലൈ 12th and 13th അപ്പോൾ ഗൈസ് ജസ്റ്റ് ഇത് പറയാനുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നമ്മൾ കാലിക്കറ്റിൽ ഇനി നാളെ ഫുഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്താൽ പോകാൻ പറ്റില്ലല്ലോ. സോ അതൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. വൺസ് അഗൈൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലൊക്കെ ഞാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ തരാം. അതിലേക്ക് വെൻഡേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എൻക്വയറി കൊടുക്കുക. അല്ലാത്തവർ പ്ലീസ് കീപ് 12th or 13th ഏതെങ്കിലും 2 ദിവസത്തിലൊന്ന് ഫ്രീ ആക്കി നിങ്ങൾ വന്ന് ഇവിടെ നിങ്ങൾ വന്നതിന് 100% വേർത്ത് ആക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. അത് ഇവിടുത്തെ ഷോപ്പിംഗിലാണെങ്കിലും എക്സ്പീരിയൻസിലാണെങ്കിലും ഫുഡിലാണെങ്കിലും ഒരു സന്തോഷത്തിലാണെങ്കിലും. ഓക്കെ, സോ എവ്രി വൺ ഇസ് വെൽക്കം. നമുക്ക് വേറൊരു ബ്ലോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.